എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. സ്കൂളെല്ലാം തുറന്നില്ലേ, അപ്പോൾ ഇനിയൊരു വെറൈറ്റി റൈസ് അല്ലേ നല്ലത്. അപ്പോൾ ഉരുളക്കിഴങ്ങിട്ടിട്ട് ഉള്ള ഒരു പൊട്ടറ്റോ റൈസ്, അത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകം മൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 1 ടീസ്പൂൺ പെരുംജീരകം. അതിലേക്ക് ഇനി നമുക്കൊരു കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 ബേ ലീഫ്, 1 പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്കായ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വളരെ കുറച്ചൊന്ന് മാറി നിന്നോളെ. എല്ലാവരും ഏലക്കായും ഗ്രാമ്പും പൊട്ടിത്തെറിക്കുന്നൊരു സാധനം കണ്ട, ടപ്പ് ടപ്പെന്നും പറഞ്ഞ് പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണേ, പിന്നെ അതൊരു കാലക്കടായി പോകണ്ട. ഇനി ഇതിലേക്ക് ഒരു വലിയുള്ളി എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് വലിയുള്ളിയാണ് എടുത്ത് പൊടിയായിട്ട് മുറിച്ചിട്ട് അതിലിട്ടിട്ടുണ്ട്. അത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ സ്പൈസസിൽ കിടന്ന് ഈ ഉള്ളി മൊരിഞ്ഞ് വരുമ്പോൾ, ഉള്ളി അങ്ങനെ ഗോൾഡൻ ബ്രൗൺ ഒന്നും ആകണ്ട, ഒരൊത്ത ഇതായി വരുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് എന്ന് പറഞ്ഞാൽ ഉപ്പ് നിങ്ങളെ ഉരുളക്കിഴങ്ങിനും എല്ലാം കൂടി ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണമായിരിക്കും. നല്ല ഇതിനൊരു പ്രത്യേക ഒരു ഫ്ലേവർ കൊടുക്കും ഈ ചോറിന്. അപ്പോൾ ഇത് കറിവേപ്പില എല്ലാം കൂടി ആയിക്കഴിയുമ്പോൾ ഇനി ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആയിട്ട് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് കറുത്തു പോകും. മുറിച്ചിട്ട് തോലിയെത്തിയ ഉരുളക്കിഴങ്ങോ മുറിച്ചിട്ട ഉരുളക്കിഴങ്ങോ വെറുതെ വെക്കറ്. അപ്പോൾ എപ്പം വെള്ളത്തിലിട്ട് വെക്കണം, അതൊരു ടിപ്പാണേ. അപ്പോൾ ഇനി ഇത് നമുക്ക് ചീനച്ചട്ടിയിലിട്ട് കൊടുക്കാം. ചീനച്ചട്ടിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം തട്ടിപ്പൊത്തി മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടന്ന് വേവട്ടെ. ഉരുളക്കിഴങ്ങ് ആ എണ്ണയിൽ കിടന്നിട്ടാണ് വേവുന്നത്, വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അപ്പം നമുക്കത് തുറന്ന് നോക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വേവുന്നത്. അപ്പോൾ അത് തുറന്ന് നോക്കിയാൽ നല്ല മണം വരുന്നുണ്ട്. എന്ത് രസാ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്തിട്ട് നല്ലോണം അതിൻ്റെ ആ ഒരു റോ സ്മെല്ല് പോകുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അത് പോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൽ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതും കൂടി ചേർത്തിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഞാൻ. 2 ടീസ്പൂൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുരുമുളകോ പച്ചമുളകോ ഒന്നും വേറെ പിന്നെ ഇടുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് 2 ടീസ്പൂൺ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൊടിയും അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമായിരിക്കും. എല്ലാം കൂടി ഇനി നല്ലോണം ഇളക്കി ഉരുളക്കിഴങ്ങിൻ്റെ അകത്ത് നല്ലോണം പിടിക്കട്ടെ മുളക് പൊടി. എൻ്റെ ഇത്രയും കളറ് വരും കാരണം ഞാൻ ഇത് കാശ്മീരി ചില്ലിയാണ് ഇട്ടത്. പിന്നെ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ തന്നെ നമുക്ക് തൈര് ചോറിനെല്ലാം കൂട്ടാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷായത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ചോറ് ഞാൻ ചോറ് വെച്ച് വാർത്തിട്ടുണ്ട്, അതെടുത്തിട്ട് കൊടുത്ത് 2 കപ്പ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പെട്ടെന്ന് കറണ്ട് പോയി കേട്ടോ, അതാ ഇങ്ങനെ കളറ് ഡിമ്മായത്. നമുക്കിവിടെ ഭയങ്കര കാറ്റും മഴയാണ്. അപ്പോൾ എന്താ ചെയ്യുക, ഇനി കുറച്ച് മല്ലിയിലയും കൂടി തൂവിയിട്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എന്തൊരു മണമെന്നറിയോ, ഇത് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. മക്കൾക്കെല്ലാം കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഫുഡാണ്. വെളിച്ചെണ്ണ ഉണ്ടെന്ന് വെച്ചിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട. വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ മക്കൾക്കതൊരു വലിയ കാര്യമൊന്നുമല്ല. അപ്പം കൊളസ്ട്രോളുള്ള ആളൊന്നും കഴിക്കേണ്ടെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ എപ്പെങ്കിലും ഒരു ദിവസമൊന്നും കഴിച്ചാലൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല.
അപ്പം അടുത്ത ആഴ്ച വേറൊരു ഡിഷുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.